തിരുമേനിയിൽ പാറേക്കാട്ട് കുടുംബസംഗമം നടന്നു. ആദിലാബാദ് രൂപതാ ബിഷപ്പ് ജോസഫ് തച്ചുപറമ്പ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഫിലിപ്പ് പാറേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഫാദർ ലൂക്ക് തച്ചുപറമ്പ്, സിസ്റ്റർ സോഫിയ തച്ചുപറമ്പ്, ജോജോ പാറേക്കാട്ട്, ജോർജ് പാറേക്കാട്ട്, PJ ഫിലിപ്പ്, ജിൻസ് പുഞ്ചക്കുന്നേൽ, റോബിൻ പാറേക്കാട്ട് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ബിഷപ്പായി സ്ഥാനമേറ്റതിനു ശേഷം ആദ്യമായി മലബാറിലെത്തിയ ജോസഫ് തച്ചുപറമ്പിന് പാറേക്കാട്ട് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. ഇതിന്റെ വിസ്തീർണം നീളമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഒരു 3 മടങ്ങ് വലുതായ ഒരു രൂപതയാണ്. ഈ രൂപതയില് വൈദികര് 52 രൂപത വൈദികരാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. 52 രൂപത വൈദികര് 34 ഇടവകകളാണ് ഈ രൂപതയ്ക്കുള്ളത്. ഓരോ ഇടവകയുടെ കീഴിലും ഏകദേശം 15 തൊട്ട് 25 വരെ ഗ്രാമങ്ങളാണ്. ആദിലാബാദ് രൂപത എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട കർഷകർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രൂപതയാണ്. ഈ പാവപ്പെട്ട ആൾക്കാരെന്ന് പറയുമ്പോൾ അവരുടെ നിത്യവൃത്തി എന്ന് പറയുന്നത് കാർഷിക വൃത്തി തന്നെയാണ്. അവർ മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്നവർ. നമുക്കറിയാം, മഴ കൂടിപ്പോയി കഴിഞ്ഞാൽ അവരുടെ കൃഷി നശിച്ചു പോകും. മഴ സമയത്ത് കിട്ടിയില്ലെങ്കിലും കൃഷി നശിച്ചു പോകും. ആ സമയത്ത് കിട്ടുന്ന മഴയെ അപേക്ഷിച്ച് മാത്രം കൃഷി ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങൾ. ഞാൻ ഈ ആദിലാബാദ് രൂപതയിൽ 1985, അതായത് 15 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു വൈദിക വിദ്യാർത്ഥിയായിട്ട് ഈ രൂപതയിൽ ചേർന്നതാണ്. ഞാൻ CMI സഭയുടെ ചാന്ത രൂപതയ്ക്ക് വേണ്ടി, ചാന്ത പ്രോവിൻസിന് വേണ്ടിയിട്ടാണ് ചേർന്നത്. അപ്പോൾ 1985 തൊട്ട് 2025 ഏകദേശം 40 വർഷം ഞാൻ അവിടെയായിരുന്നു. ഈ 40 വർഷത്തിനുള്ളിലാണ് എൻ്റെ വൈദിക പരിശീലനം മുഴുവൻ പൂർത്തിയാക്കി. വൈദിക പട്ടം 1997 എനിക്ക് പട്ടം കിട്ടുന്നു. ഇപ്പോൾ 2026, അതായത് 29 വർഷം വൈദികനായിട്ട് സേവനമനുഷ്ഠിച്ചു. ഞാൻ കൂടുതലായിട്ടും രൂപതയുടെ കാര്യാലയത്തിൽ സാമ്പത്തിക കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. 2 പിതാക്കന്മാരുടെ കൂടത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഞങ്ങളുടെ രൂപതയുടെ മെത്രാനായ ബിഷപ്പ് ജോസഫ് കുന്നത്ത്, അദ്ദേഹം കോടഞ്ചേരിക്കാരനാണ്. അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷമാണ് പ്രിൻസ് ബാനങ്ങാടൻ അഭിഷിക്തനായി മെത്രാനാകുന്നത്. അദ്ദേഹം 10 വർഷം ആദിലാബാദ് രൂപതയുടെ മെത്രാനായി സേവനമനുഷ്ഠിച്ചു. കഴിഞ്ഞ പ്രാവശ്യ സിനഡോടുകൂടി അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തപ്പെട്ട് അദ്ദേഹം ശംശാബാദ് എന്ന് പറഞ്ഞ രൂപതയുടെ മെത്രാനായി മാറുകയും എന്നെ ആദിലാബാദ് രൂപതയുടെ മെത്രാനായി നിയോഗിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് എൻ്റെ നല്ലവരായ ബന്ധുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ മിഷൻ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങളെല്ലാവരും കേൾക്കുന്നതാണ്. മിഷൻസ് പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ വളരെയേറെ ബുദ്ധിമുട്ട് പിടിച്ചതാണ്. ഇവിടുത്തെ പള്ളികളും ഇവിടുത്തെ വൈദികരെയും ഇവിടുത്തെ ജീവിത രീതിയും ഒന്നുമല്ല അവിടെയുള്ളത്. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആദിലാബാദ് രൂപത ഒന്ന് വരണം, ഒന്ന് സന്ദർശിക്കണം, ഒന്ന് കാണണം. ഈ ശിവ മേഖല പക്ഷേ അറിയാം അവിടെയൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത്. 2 നേരം ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത ആൾക്കാർ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം ഈ ആൾക്കാരുടെ ഇടയ്ക്ക് വെല്ലുവിളികളോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ കാഠിന്യം നിറഞ്ഞത് തന്നെയാണ്. നമുക്കറിയാം, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മാറി മാറി വരുന്നു. വൈദികരെയും സന്യസ്തരെയും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. അവരെല്ലാവരും മതപരിവർത്തനത്തിന് വേണ്ടി വന്നിരിക്കുന്നവരാണ്. നിർബന്ധിത മതപരിവർത്തനത്തിൽ കൂടി അവർ ആൾക്കാരെ കൂട്ടുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെ കാണുമ്പം തന്നെ അവർക്ക് ഞങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷമൊക്കെ ഞങ്ങൾ മനസ്സിലാകും.
മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ. ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ. അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചെലവേറില്ല. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനും 04985 242140. മൊബൈൽ 6238 064141.